ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമയിലെ 2 യുവ സംവിധായകർ എക്സൈസിന്റെ പിടിയിലായെന്ന വാർത്ത കേട്ടാണ് ഇന്നലെ കേരളം ഉണർന്നത്. ഇന്നലെ യുവ സംവിധായകരെങ്കിൽ ഇന്ന് 6 ഗ്രാം കഞ്ചാവുമായി വലയിലായത് ജനപ്രിയ റാപ്പർ വേടനാണ്. കഞ്ചാവ് ഉപയോഗിച്ചത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വേടന്റെ മൊഴി. പോലീസ് മാത്രമല്ല, വനംവകുപ്പും വേടനെതിരെ കേസെടുത്തു. വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കാനുള്ള തീരുമാനവും പിന്നാലെ വന്നു. ആദ്യം പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കാണാം. അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് അതിനാവശ്യം ചോദിക്കണം. അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങൾ ഇല്ല അത് അവർ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം അവരെ കൊണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷം അത് പറയാം, അറിയിക്കാം. കയ്യിൽ കിട്ടിയിട്ടില്ല. കസ്റ്റഡി ചെയ്ത് സാധനം സീസ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം നടപടിയെടുക്കും. ഇല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഞങ്ങൾ അറിയാൻ പറ്റും. ഒരു സെക്കൻഡ് ഞങ്ങൾ പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുമ്പോഴേ ചെയ്യുള്ളൂ. പ്ലീസ്. നിതിൻ അംബുജനും എസ് ശ്യാംകുമാറും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. നിതിൻ, ഈ കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് വനവകുപ്പിന്റെ ഇപ്പോഴുള്ള നീക്കവും. മാലയിലുള്ളത് പുലിപ്പല്ലാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വേടനെതിരെ കേസെടുത്തിട്ടുണ്ട് വനംവകുപ്പ്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, വനംവകുപ്പിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ള കാര്യം എസ് ശ്യാംകുമാർ വിശദീകരിക്കും കൊച്ചിയിൽ നിന്ന്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഈ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് വേടൻ. തുടർ നടപടികൾ എങ്ങനെയാണ് പോലീസ് ആലോചിക്കുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി നിലവിലിപ്പോൾ വേടനെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ തുടർ നടപടികൾ അവിടെ നിന്നാകും ഉണ്ടാവുക. നേരത്തെ നമുക്കറിയാം, രാവിലെ 11 മണിയോടുകൂടിയാണ് വേടന്റെ ഫ്ളാറ്റിൽ വെച്ച് പോലീസ് പരിശോധന നടത്തുന്നത്. അതിനിടയിലാണ് 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നത്. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് കഴുത്തിലുള്ള മാല അത് പുലിപ്പല്ലാണോ എന്ന് സംശയം ഉയരുന്നു. പിന്നീട് വനംവകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തുന്നു. പുലിപ്പല്ലാണ് സ്ഥിരീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ, കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ജാമ്യം കിട്ടിയാൽ പോലും പിന്നീട് ഈ പുലിപ്പല്ല്, അതായത് വനംവകുപ്പ് എടുത്ത കേസിൽ വേടനെ കുരുക്ക് മുറുക്കും. സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെതായ നടപടികൾ വേടന് മുന്നിലുണ്ട്. അതിനിടയിൽ വിശദമായി പോലീസ് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് വെയിങ് മെഷീൻ, അതോടൊപ്പം തന്നെ അരിവാൾ അടക്കമുള്ള ആയുധങ്ങൾ പിടികൂടുന്നത്. സ്വാഭാവികമായിട്ടും അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതെല്ലാം തന്നെ ഇനി ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ വെച്ച് പോലീസ് ആ ഒരു നടപടി സ്വീകരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ ഇപ്പോൾ വേടനൊപ്പം എത്തിയ മറ്റ് 8 പേരുടെ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇന്ന് കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ വെച്ച് നടത്തിയത്. ആ ഫ്ളാറ്റിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു, 9 ലക്ഷം രൂപ പിടികൂടുന്നു. സ്വാഭാവികമായിട്ടും ഈ പണം എവിടെ നിന്ന് ലഭിച്ചു, അതിൻ്റെ സോഴ്സ് അടക്കം വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഞ്ചാവ് വേടനെ എവിടെ നിന്ന് കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം നടത്തി വരുന്നു. ഇതിനിടയിൽ മറ്റ് കുരുക്കായി പുലിപ്പല്ലും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ പിടികൂടിയ കേസുകളുമുണ്ട്. ഇതെല്ലാം തന്നെ വേടനെ ഏത് നിലയിലാകും ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ പോലീസ് സ്വീകരിക്കുന്ന വകുപ്പുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും വനംവകുപ്പിന്റെ കേസിലും അതോടൊപ്പം തന്നെ ഈ ആയുധങ്ങൾ കണ്ടെത്തിയ കേസിലും എന്തായാലും അത് മറ്റ് നിയമ നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇനി പോലീസിന്റെ അത്തരം നടപടികൾക്കായി ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട വൈദ്യപരിശോധന പൂർത്തിയാക്കിയാണ് വേടനെ മാത്രം ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. വലിയ ആൾത്തിരക്ക് ഇവിടെ വേടനെ കാണാൻ ഈ ആശുപത്രി പരിസരത്ത് എത്തിയിരുന്നു. അവരെല്ലാം മാറ്റിക്കൊണ്ടാണ് പോലീസ് വേടനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും വേടനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 8 പേരുടെ വൈദ്യപരിശോധന ഇവിടെ നിന്ന് പുരോഗമിക്കുന്നു. അല്പസമയത്തിന് തന്നെ അവരെയും നേരെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ഒരുപക്ഷെ അവർക്ക് ഈ ഒരു കഞ്ചാവ് കേസിൽ മാത്രമാണ് അവരുടെ നിയമ നടപടി നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്ത് തന്നെ പോലീസ് വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് വേടനെ ഇവിടെ നിന്ന്, അതായത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. റീജിത്ത്, നിതിനെ, ഇന്നലെയാണെങ്കിൽ 2 യുവ സംവിധായകർ, ഇന്ന് വേടൻ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, ഇവരിലേക്കൊക്കെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നീക്കങ്ങൾ ഉണ്ടാവുന്നു. പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടുന്ന നിലയുണ്ടാവുന്നു. ഇതിലൊരു നേരത്തെ തന്നെ സർക്കാർ അതിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതൊരു ജോയിൻ്റ് ഓപ്പറേഷൻ എന്നുള്ള നിലയിലാണ് ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സർക്കാർ കാണുന്നത്. അത് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് പരസ്പര സഹകരണത്തോടെ ഒരു സംയുക്ത ഓപ്പറേഷൻ എന്നുള്ള നിലയിലാണ് കാണുന്നത് എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇത് കൂടുതൽ പേരിലേക്ക്, കൂടുതൽ പ്രമുഖരിലേക്ക് നീങ്ങുകയാണോ നിതിൻ അംബുജൻ?
റിജിത്ത്, എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി വ്യാപാരത്തിനെതിരെ നേരത്തെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസും പോലീസും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള പരിശോധന നടന്നു വരികയാണ്. അതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോയെ നേരത്തെ ഒരു കേസിൽ പിടികൂടുന്നത്. മാത്രമല്ല അതിന് പിന്നാലെ മുൻനിര 2 സംവിധായകരെ പിടികൂടുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വേടനെ, അതായത് ഒരുപക്ഷെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു റാപ്പർ എന്ന നിലയിൽ തന്നെയാണ് വേടൻ സമൂഹ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ അറിയപ്പെടുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്ത പരിപാടിയിൽ വലിയ തരത്തിൽ തന്നെ ഫാൻ ബേസ് ഉള്ള ഒരു റാപ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്ന ആശുപത്രിയിലേക്ക് വേടനെ കാണാനായി നിരവധി പേർ ഇവിടെ എത്തിയത്. ഇപ്പോൾ എന്തായാലും ആളൊഴിഞ്ഞ പൂരപ്പറവ് പോലെ തന്നെ ഈ ആശുപത്രി പരിസരം മാറിയിട്ടുണ്ട്. നേരത്തെ അല്പസം മുമ്പ് ഇതായിരുന്നില്ല കാഴ്ച. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരു റാപ്പറാണ്. സ്വാഭാവികമായിട്ടും ഇത്ര ക്വാണ്ടിറ്റി കുറവെന്ന നിലയിൽ ആണെങ്കിൽ പോലും, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ പോലും ഒരു നിയമപരമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു നിലയിൽ കഞ്ചാവ് കൈവശം വെച്ചു എന്ന ആ ഒരു നിലയിൽ തന്നെയാണ് വേടനെ എന്തായാലും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു റാപ്പർ, മാത്രമല്ല മുൻനിര സംവിധായകരടക്കമുള്ള ആളുകൾ ഈ ഒരു കേസിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും സിനിമാ മേഖലയിലെ സെറ്റുകളിലും അതോടൊപ്പം സിനിമാ മേഖലയിലടക്കം പരിശോധന ശക്തമാക്കുമെന്ന് തന്നെയാണ് കൊച്ചി കമ്മീഷണർ പുട്ടോ വെമ്പിലാദത്യ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. കൂടുതൽ പരിശോധനകളിലേക്ക്, കൂടുതൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കൊക്കെ എക്സൈസും പോലീസും കടക്കാൻ പോവുകയാണ്.